ഇന്ന് മധുരയിലെ പാർട്ടി കോൺഗ്രസ് 24ാം പാർട്ടി കോൺഗ്രസ് അവസാനിക്കാനിരിക്കുമ്പോൾ സമ്മേളന വേദിയിലേക്കാണ് നമ്മൾ തിരികെ പോകുന്നത്. അവിടെ ശരത്ചന്ദ്രനും മനുവും വീണ്ടും ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ഒരിക്കൽ കൂടി ചേരുകയാണ്. ശരത്, മനു, സമ്മേളന നഗരിയിലേക്ക് എത്തിയല്ലേ, പ്രധാന വേദിയിലേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. 8:45 കഴിഞ്ഞു. അതെ 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 നമ്മൾ ഈ ബുദ്ധദേവ് എൻട്രൻസ് കവാടത്തിലാണ്, ബുദ്ധദേവ് സ്മാരക കവാടത്തിന് മുമ്പിലാണ് നമ്മളുള്ളത്. അകത്താണ് പാർട്ടി കോൺഗ്രസ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. പ്രതിനിധികളൊക്കെ അകത്തേക്കാണ് പോകുന്നത്. അത് കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഹാളാണ്. അവിടെയാണ് പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ മനസ്സിലാക്കുന്നത് രാവിലെ 9:30 പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗം ചേരും. ഇന്നലെ പോളിറ്റ് ബ്യൂറോ യോഗം ഇന്നലെ രാത്രി ചേർന്നിരുന്നു. ഇന്നിപ്പോൾ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരും. അതിനുശേഷം മാത്രമായിരിക്കും പാർട്ടി കോൺഗ്രസിൻ്റെ ഇന്നത്തെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കുക. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ന് മറുപടി പ്രസംഗം എന്നുള്ളതാണ്. BV രാഘവലു അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിന്മേൽ ഇന്നലെ ഒരു ദിവസം ഏതാണ്ട് രാത്രി 8:30 മണി വരെ, രാവിലെ 10 മണിക്ക് ആരംഭിച്ച പൊതുചർച്ച രാത്രി 8:30 മണിയോടുകൂടിയാണ് അവസാനിച്ചത്. ആ പൊതുചർച്ചയ്ക്ക് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള മറുപടി പറയും. ഇപ്പോൾ പ്രതിനിധികളൊക്കെ, പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളൊക്കെ ഇങ്ങനെ അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നാടിൻ്റെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒട്ടേറെ ആളുകൾ ഇവിടെ കണ്ടാലറിയാം. ഈ ദൃശ്യങ്ങളിൽ തന്നെ പ്രേക്ഷകർക്ക് മുമ്പിലേക്കുണ്ട്. അതിൽ തന്നെയും കേരളത്തിൽ നിന്ന് വലിയ തോതിലാണ് എല്ലാ ജില്ലകളിൽ നിന്നും ഇവിടേക്ക് ആളുകൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ സംസാരിക്കുമ്പോൾ ഇവരിൽ പലരും ഇതുപോലെ തന്നെ പാർട്ടി കോൺഗ്രസ്സുകൾ നടക്കുന്ന, അത് ഹൈദരാബാദിലാകട്ടെ, കണ്ണൂരാകട്ടെ, കോഴിക്കോടാകട്ടെ, കേരളം വിട്ട് എവിടെയായാലും, മധുരയിൽ തന്നെ മുമ്പ് 72 പാർട്ടി കോൺഗ്രസ്സിലടക്കം വന്ന് പങ്കാളിയായ അനുഭവം പങ്കുവച്ചവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ അനുഭവമാണ് ഇവിടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നത് ഇതാണ്. ഇവരെല്ലാവരും ഇങ്ങനെ രാത്രിയും പകലും ഒക്കെ കളഞ്ഞ് ഇവിടെ വന്ന് നിന്ന് ഈ പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ ആവേശം പങ്കുവെക്കുകയാണ്, അറിയുകയാണ്. ആ ആവേശവുമായിട്ടാണ് നാടുകളിലേക്ക് ഇവരൊക്കെ മടങ്ങുക. അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരു വലിയ ഊർജ്ജമായി അത് മാറുന്നു, പൊതുപ്രവർത്തനത്തിന് ഊർജ്ജമായി മാറുന്നു. ഇതിലൂടെയാണ് ഇപ്പോൾ പ്രതിനിധികളൊക്കെ കടന്നു വരുന്നത്. അവരെ സംബന്ധിച്ച് വലിയൊരു രാഷ്ട്രീയമായ ആവേശമാണ് പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളെ സംബന്ധിച്ചും. കാരണം അവർ രാവിലെ കടന്നു വരുമ്പോൾ അവർ പോലും പ്രതീക്ഷിക്കാത്ത വിധമാണ് ഈ മുഖ്യ കവാടത്തിൽ ഇങ്ങനെ ആളുകളൊക്കെ, അവരെയൊക്കെ കാണാൻ, പ്രതിനിധികളെ കാണാൻ പരിചയമുള്ളവരുണ്ട്. ഇവർക്കൊപ്പം നിന്ന് നേതാക്കൾക്കൊപ്പം സെൽഫി എടുക്കുന്നു, നേതാക്കളുമായി പരിചയപ്പെടുന്നു, പരിചയം പുതുക്കുന്നു. അങ്ങനെ ഒരു അനുഭവം ഇപ്പോൾ ശ്രീ വേണുഗോപാലിനെ നമുക്ക് കാണാം. അതുപോലെ തന്നെ പ്രമുഖ എഴുത്തുകാരൻ ശ്രീ അശോകൻ ചെരുവിൽ ഇവിടേക്ക് വരുന്നുണ്ട്. നമസ്കാരം. അപ്പോൾ എല്ലാവരും നമുക്കുമൊക്കെ നല്ല പരിചയമുള്ള ആളുകളും മുഖങ്ങളും ഒക്കെയാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. വരുന്നവരൊക്കെ ഇടയിൽ ഇവിടെയൊക്കെ തങ്ങിപ്പോകുന്നുണ്ട്. കാരണം എന്നിട്ട് ഈ പറഞ്ഞ പോലെ ആളുകൾ സ്നേഹരൂപേണ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ വിളിക്കുമ്പോൾ അവർ നിൽക്കുകയാണ്. അങ്ങനെ കാണുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് രാവിലെ 9:30 മണിക്ക് പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗം ആരംഭിക്കും. 9:30 മണിക്ക് കേന്ദ്ര കമ്മിറ്റി യോഗം അധികം വൈകുകയുമില്ല. അതിനുശേഷമാണ് ശ്രീ അശോകൻ ചെരുവിൽ സമ്മേളനത്തിലേക്ക്, പാർട്ടി കോൺഗ്രസിലേക്ക് പോവുകയാണ്. സമ്മേളന പ്രതിനിധിയാണ് മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നത്. അപ്പോൾ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും ഇന്ന് പാർട്ടി കോൺഗ്രസ് ആരംഭിക്കുക. ആ പാർട്ടി കോൺഗ്രസിലാണ് ഇന്നലത്തെ കഴിഞ്ഞ ദിവസം ഇന്നലെ പൊതുചർച്ച പൂർത്തിയായ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള സംഘടനാ റിപ്പോർട്ടിന് മറുപടി പറയുക എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിനുശേഷമാണ് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ സുപ്രധാനമായ ആ ആകാംക്ഷകൾക്കുള്ള ഉത്തരങ്ങളിലേക്ക് CPIM പാർട്ടി കോൺഗ്രസ് പോവുക എന്നതുകൂടിയാണ് പറയേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പോൾ തന്നെ പ്രതിനിധികളെല്ലാം പറഞ്ഞ നിർദ്ദേശത്തിനനുസരിച്ച് എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആയിരിക്കും പാർട്ടി കോർഡിനേറ്ററായിട്ടുള്ള PB കോർഡിനേറ്ററായിട്ടുള്ള പ്രകാശ് കാരാട്ട് പുതിയ കേന്ദ്ര കമ്മിറ്റിയെ സംബന്ധിച്ച നിർദ്ദേശം അവതരിപ്പിക്കുക. ആ നിർദ്ദേശം സമ്മേളനം അംഗീകരിച്ചു കഴിയുന്നതോടുകൂടി പുതിയ കേന്ദ്ര കമ്മിറ്റി നിലവിൽ വരും. ആ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരും. അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോയിൽ 17-അംഗ പോളിറ്റ് ബ്യൂറോയിൽ നിലവിലെ മുൻ പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനപ്രകാരം തന്നെ പ്രായപരിധി എന്നത് വളരെ വ്യക്തമായി തന്നെ നടപ്പാക്കി വരുന്ന ഒരു കാര്യമാണ്. അത് താഴെത്തട്ട് മുതൽ നമ്മൾ കണ്ടതാണ് എല്ലാ സമ്മേളനങ്ങളിലും. എന്നാൽ അതേസമയം പല കാരണങ്ങളാൽ, പല വ്യത്യസ്ത സാഹചര്യങ്ങൾ എല്ലാം വരുമ്പോൾ ചില നേതാക്കൾക്ക് ഇളവുകൾ നൽകുന്ന സാഹചര്യമുണ്ട്. ഇവിടെ ഈ മധുര പാർട്ടി കോൺഗ്രസ് ആ നിലയിൽ പ്രായപരിധി പരിഗണിക്കുമ്പോൾ തന്നെ ആർക്കൊക്കെ ഇളവ് നൽകും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ആർക്കൊക്കെ ഇളവ് നൽകും എന്നുള്ളതാണ്. ആർക്കെങ്കിലും ഇളവുണ്ടാകുമോ, അതോ ആ നിലയിലൊക്കെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം. അപ്പോൾ ഇവിടെ ഒത്തുകൂടുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ച് അവർക്ക് അത്തരമെല്ലാം ഒരുപാട് ആകാംക്ഷ നിറഞ്ഞ ചോദ്യങ്ങളുണ്ട്. പാർട്ടിയെ നയിക്കുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആരാകും? സീതാറാം യെച്ചൂരി എന്ന CPIM മാത്രമല്ല രാജ്യത്തെ BJP ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ പ്രിയങ്കരനായിരുന്ന അത്തരം ഒരു മൂവ്മെൻറ്റിനെ
നയിച്ച അതുതന്നെയും കണ്ണൂർ പാർട്ടി കോൺഗ്രസ് എടുത്ത രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു വിപുലമായ പ്രതിപക്ഷ മുന്നണി രാഷ്ട്രീയത്തിലേക്കൊക്കെ പോകുന്നതിനിടവരുത്തി അതിനൊരു ദിശാബോധം പകർന്ന തീരുമാനമെടുത്തത് CPIM ആയിരുന്നു. CPIMൻ്റെ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് ആണ് BJPക്കെതിരായ പോരാട്ടം ശക്തമാക്കേണ്ടതിനെയും അതിന് സംസ്ഥാന അടിസ്ഥാനത്തിൽ ധാരണകൾ ഉണ്ടാകണമെന്നും ദേശീയ സഖ്യം എന്നതിനപ്പുറത്തേക്ക് സംസ്ഥാനങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ധാരണകളിലേക്ക് BJP ഇതര പാർട്ടികൾ കഴിയുന്നത്ര ഐക്യത്തോടെ പോകേണ്ടതുണ്ട് എന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിർദ്ദേശം മറ്റു പാർട്ടികളിലേക്ക് പകർന്നു നൽകിയത് CPIM ആയിരുന്നു. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സീതാറാം യെച്ചൂരി പിന്നീട് ഇന്ത്യ മുന്നണി അടക്കമുള്ള രൂപീകരണത്തിലേക്ക് വളരെ ഗൗരവമായ പങ്കാളിത്തമായി പ്രാതിനിധ്യമായി നേതൃപരമായ പങ്ക് വഹിച്ചത്. അത് പലപ്പോഴും മറ്റു പാർട്ടികൾ പറയുന്നതിന് ഇടയാക്കിയതും അതുതന്നെയാണ്. ശ്രീ P. കരുണാകരനാണ് അകത്തേക്ക് പോകുന്നത്, സമ്മേളനത്തിലേക്ക് പങ്കെടുക്കുന്നതിന് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോ പാർട്ടി കോൺഗ്രസും എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് CPIM തുടർന്നു വരുന്ന 3 വർഷങ്ങളിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ കൈക്കൊള്ളുക. അതിനുവേണ്ടുന്ന രാഷ്ട്രീയ നയരൂപീകരണമാണ് പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാവാറുള്ളത്. ആ രാഷ്ട്രീയ നയരൂപീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വളരെ വ്യക്തമായി CPIM മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം, രാജ്യത്ത് ഇടതു പാർട്ടികൾ ശക്തിപ്പെടേണ്ടതുണ്ട്, ഇടത് ഐക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നിലയിൽ CPIMൻ്റെ ആ കാഴ്ചപ്പാടിനെ ഉദ്ഘാടന സമ്മേളനത്തിൽ തന്നെ മറ്റ് ഇടതു പാർട്ടികളുടെ നേതാക്കൾ, ദേശീയ നേതാക്കൾ, ജനറൽ സെക്രട്ടറിമാർ പങ്കെടുത്തുകൊണ്ട് ആ CPIMൻ്റെ ആഹ്വാനത്തെ പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ CPIML ലിബറേഷൻ്റെ ദീപാങ്കർ ഭട്ടാചാര്യ ആകട്ടെ, RSPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആവട്ടെ, ഫോർവേഡ് ബ്ലോക്ക്, അതുപോലെ തന്നെ CPIയുടെ ജനറൽ സെക്രട്ടറി D. രാജ, ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ പ്രതിനിധികളൊക്കെ വരുന്നതിൻ്റെ ഒരു തിരക്ക് കൂടിയാണ് ഇവിടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇടത് ഐക്യം എന്നുള്ളത് അതുപോലെ തന്നെ CPIMൻ്റെ സംഘടനാപരമായിട്ടുള്ള ആഴത്തിൽ കുറേ കൂടി CPIMനെ രാഷ്ട്രീയമായി വളർത്തുക എന്നുള്ളതാണ്, അതിൻ്റെ സംഘടനാ സംവിധാനം മികവുറ്റതാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അപ്പോൾ തന്നെ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, CPIMൻ്റെ വർഗബഹുജന സംഘടനകൾ എടുക്കുന്ന ജനകീയ സമരങ്ങൾ അത് വലിയ തോതിൽ വിജയിപ്പിക്കാനാവുന്നുണ്ട്, അത് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. അപ്പോഴും പക്ഷേ അത് CPIMൻ്റെ ഒരു രാഷ്ട്രീയ ധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ സംഭവിക്കുന്ന ദൗർബല്യങ്ങളെ തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കുക, പരിശോധിക്കുക, തിരുത്തുക എന്നതിലേക്കാണ് ഏറ്റവും പ്രധാനമായി ആലോചിക്കുന്നത്. അപ്പോൾ അത് തുറന്നു പറഞ്ഞുകൊണ്ടാണ് CPIM സംസാരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള നമ്മളീ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിലുള്ള പറയാതെ പോകുന്ന കാര്യമല്ല. നേതാക്കൾ തന്നെ തുറന്നു പറയാറുണ്ട്. ഈ ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയോടെ പൊതുസമൂഹത്തോട് തുറന്നു പറഞ്ഞുകൊണ്ട് അത് പരിഹരിക്കുക, CPIMനെ സംഘടനാപരമായി മികവുറ്റതാക്കുക, കുറേ കൂടി സംഘടനാപരമായ വളർച്ച ഉറപ്പാക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഏറ്റെടുത്ത സമരങ്ങൾ, ജനകീയ സമരങ്ങൾ മികവുറ്റതായി തന്നെയാണ് പാർട്ടി കോൺഗ്രസ് വിലയിരുത്തിയിട്ടുള്ളത്. ആ പാർട്ടി കോൺഗ്രസ് വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ CPIMനെ ശക്തിപ്പെടുത്തി ഇടത് ഐക്യം കൂടുതൽ ശക്തമാക്കി കരുത്തുള്ളതാക്കി മാറ്റുക, ഒപ്പം BJP ഇതര ജനാധിപത്യ പാർട്ടികളെ മികച്ച ദിശാബോധത്തോടെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തുക. അങ്ങനെ മാത്രമേ രാജ്യത്തെ ഹിന്ദുത്വ കോർപ്പറേറ്റുകൾക്കെതിരായ പോരാട്ടത്തെ ശക്തമാക്കാൻ കഴിയൂ എന്നുള്ളതാണ് CPIM എടുക്കുന്ന ഒരു പൊതു നിലപാട്. ആ നിലപാടിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന CPIMനെ ആ നിലയിൽ കൂടുതൽ ആവേശകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തീരുമാനങ്ങൾക്കാണ് ഇന്നത്തെ ഈ പാർട്ടി കോൺഗ്രസ് സമാപനത്തോടെ ഉണ്ടാവുക. അതിൽ തന്നെയാണ് മുമ്പ് പറഞ്ഞതുപോലെ പാർട്ടിയെ നയിക്കുന്ന ജനറൽ സെക്രട്ടറി, പുതിയ കേന്ദ്ര കമ്മിറ്റി, അതുപോലെ തന്നെ പൊളിറ്റ് ബ്യൂറോ, ഇതൊക്കെ ഇതിൽ പ്രായപരിധിയുടെ പശ്ചാത്തലത്തിലുള്ള ഇളവുകൾ എങ്ങനെ, ആരൊക്കെയാണ് ഒഴിയുക, ഇതെല്ലാം നമ്മളിന്ന് പൊതുവിൽ രാഷ്ട്രീയമായി കാര്യങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ കാത്തിരിക്കുന്ന ചില സുപ്രധാന കാര്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം കൂടിയാണ് ഇന്നത്തെ ഈ മധുര പാർട്ടി കോൺഗ്രസിൻ്റെ സമാപനത്തിൽ ഉണ്ടാവുക. അതിനുശേഷമാണ് വൈകുന്നേരം മഹാസമ്മേളനം, റെഡ് വോളണ്ടിയർ മാർച്ചും ഒക്കെയായി പോവുക. അങ്ങനെ ഇതാണ് മധുരയുടെ രാഷ്ട്രീയാവേശം പാർട്ടി കോൺഗ്രസിൽ നിന്ന് നമ്മൾ കാണുന്നതും നമ്മൾ പങ്കുവെക്കുന്നതും.